ഈശ്വരനോട് പൂർണ്ണ ശരണാഗതി വെച്ച് പ്രാർത്ഥിക്കണം. അവിടുത്തെ തത്വമറിഞ്ഞ് ജീവിക്കണം. ഈശ്വരന് വേണ്ടി ഈശ്വരനെ ആശ്രയിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം വന്നു ചേരും. ഒന്നിനും കുറവുണ്ടാകില്ല. അമ്മയുടെ ഈ വാക്കുകൾ ഹൃദയത്തിന് ആശ്വാസമേകട്ടെ. ഹര ഹരോ ഹര ഹരോ ഹര ഹരോ ഹര. തൃശൂർ ജില്ലയിലെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ തൃശൂർ മൃഗശാലയുടെ സമീപം മണലിപ്പുഴയുടെ കരയിലുള്ള ഒരു കുന്നിന്റെ മുകളിലാണ് കേരള പഴനി എന്നറിയപ്പെടുന്ന ചോച്ചേരിക്കുന്ന് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദേവസേനാപതി ഭാവത്തിലുള്ള സുബ്രഹ്മണ്യൻ മുഖ്യപ്രതിഷ്ഠയായ ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ, പാർവതി, ഗണപതി, അയ്യപ്പൻ, ശ്രീരാമൻ, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. ചോച്ചേരിക്കുന്ന് കേരള പഴനി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ന പേരിലാണ് ഇന്ന് ഇത് പ്രസിദ്ധി ആർജിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത എന്തെന്നാൽ ഭഗവാൻ അഭയവരദഹസ്തനായി ഒരു കാല് മുന്നോട്ടാഞ്ഞ് ഞാൻ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഭക്തരോട് പറയുന്ന രീതിയിൽ എല്ലാ കാര്യത്തിലും ഭഗവാനൊപ്പമുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത. പഞ്ചലോഹത്തിൽ നിർമ്മിതമായ 5 അടിയോളം വലുപ്പമുള്ള ഈ വിഗ്രഹം സ്വാമിമലയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. എല്ലാ മാസവും ശുക്ലപക്ഷ ഷഷ്ടി ദിവസം ഇവിടെ വിശിഷ്ട ദിവസമായി ആചരിച്ചു വരുന്നു. അമ്മമാർ, മക്കളില്ലാത്ത അമ്മമാർ പ്രത്യേകിച്ച് ഷഷ്ടിവ്രതം അനുഷ്ഠിച്ച് നല്ല സൽസന്താനങ്ങൾക്കുടമകളായി മാറുന്ന കഥ ഇവിടെ നിത്യനിദാനമെന്നോണം ഏറി വരികയാണ്. അതുപോലെ കുംഭമാസത്തിലെ പൂയ നക്ഷത്രത്തിനാണ് ഭഗവാന്റെ പ്രതിഷ്ഠാദിനവും പൂയ മഹോത്സവവും കൊണ്ടാടുന്നത്. ഇവിടെയുള്ള സുബ്രഹ്മണ്യനെ ആദ്യം പ്രതിഷ്ഠിച്ചത് ചിന്മയാനന്ദ സ്വാമികളാണ്. പിന്നീട് പലപ്പോഴായി പുനഃപ്രതിഷ്ഠ നടന്നിട്ടുണ്ട്. പഴനി ക്ഷേത്രത്തിലേതുപോലെ ഒരു കുന്നിന്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലും അവിടെയുള്ള പല ചടങ്ങുകളും നടത്തപ്പെടുന്നുണ്ട്. മുണ്ടനം അതിൽ പ്രധാനമാണ്. കേരളത്തിൽ മുണ്ടനം വഴിപാടായി നടത്തുന്ന ഏക ക്ഷേത്രമെന്ന നിലയിൽ പ്രസിദ്ധമാണ് ഇവിടം. കുംഭമാസത്തിലെ പൂയം നാളിൽ നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം. കൂടാതെ വൃശ്ചിക മാസത്തിൽ നടക്കുന്ന അയ്യപ്പൻ വിളക്ക്, ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി, കുംഭമാസത്തിലെ ശിവരാത്രി, കന്നിമാസത്തിലെ ആയില്യം പൂജ തുടങ്ങിയവയും പ്രധാനമാണ്. പുരാണങ്ങളിൽ അഗസ്ത്യ മഹർഷിക്ക് ആദിത്യ ഹൃദയമന്ത്രം ഭഗവാൻ ഉപദേശിച്ചത് ഇവിടെയാണെന്നാണ് സങ്കല്പം. ആ ആദിത്യ ഹൃദയമന്ത്രം ശ്രീരാമന് രാവണനുമായുള്ള യുദ്ധത്തിൽ അഗസ്ത്യൻ ഉപദേശിക്കുകയുണ്ടായി. അപ്പോൾ അഗസ്ത്യൻ ഇവിടെ തപസ് ചെയ്തിരുന്നു. ആ ഭഗവാൻ ഇവിടെ അഗസ്ത്യമുനിക്ക് പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ പരിപാവനമായ പുണ്യസ്ഥലം. അതുകൊണ്ടാണ് ഇന്നിവിടെ ഇത്രയും പ്രസിദ്ധി ആർജിക്കാനുള്ള കാരണമായി പറയപ്പെടുന്നത്.
രാവിലെ 5:30 മുതൽ 10 വരെയും വൈകിട്ട് 5 മുതൽ 8 മണി വരെയുമാണ് ദർശന സമയം. വേൽ സമർപ്പണം, കാവടി പ്രദക്ഷിണം, കാവടി സമർപ്പണം, പഞ്ചാമൃതം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഭാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. അധ്യാത്മരാമായണ മൂലത്തെ ഏറെക്കുറെ അതേപടി തർജ്ജമ ചെയ്തിരിക്കുകയാണ്. തർജ്ജമ ചെയ്തു എന്ന് പറയുമ്പോഴും സംസ്കൃത പദാധിക്യം തന്നെയാണ് ഇവിടെയും ഉള്ളത്. അത് കിളിപ്പാട്ട് പഠിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയമാണ്. പലരും പറയാറുണ്ട്, സംസ്കൃതം മൂലത്തെ എഴുത്തച്ഛൻ പച്ച മലയാളത്തിലേക്ക് അനുവാദം ചെയ്തിട്ട് മലയാളികൾക്ക് തന്നു എന്നൊക്കെ. അങ്ങനെ പറയുന്നവർ രാമായണം വായിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയം തോന്നും. കാരണം എഴുത്തച്ഛൻ്റെത് സുന്ദര പദാവലികളാണ്. പക്ഷേ അതിൽ സംസ്കൃതവും മലയാളവും ഒരുപോലെ കൂട്ടിക്കലർത്തിയിട്ടുണ്ട്. എന്നല്ല, മലയാള പദങ്ങൾക്ക് സംസ്കൃത പ്രത്യയങ്ങളും സംസ്കൃത പദങ്ങൾക്ക് മലയാള പ്രത്യയങ്ങളും വിനിയോഗിച്ചുകൊണ്ടുള്ള സവിശേഷമായ ശൈലിയും. അതുകൊണ്ടാണല്ലോ ഭാഷാ പിതാവായിട്ട് നമ്മൾ മാനിക്കുന്നത്. പ്രയോഗത്തിൽ വളരെയധികം കഠിന സംസ്കൃത പദപ്രയോഗങ്ങളും ഒക്കെ നമുക്ക് രാമായണത്തിൽ പഠിക്കാനുണ്ട്. ഇവിടെ ഏറെക്കുറെ അതേപോലെ മൂലത്തെ അനുവാദം ചെയ്തിരിക്കുകയാണ്. കൈലാസാചലേ, കൈലാസാചലത്തിൽ, അചലം ചലിക്കാത്തത് പർവ്വതം, കൈലാസപർവ്വതത്തിൽ എങ്ങനെയുള്ള സൂര്യകോടി ശോഭിതേ, 1 കോടി സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാലുള്ള അത്ര ശോഭയോടുകൂടിയ കൈലാസത്തിൽ വിമലാലയേ, വിമലം മലരഹിതം, ശുദ്ധം, പരിശുദ്ധമായ ആലയം, ആലീയന്തേ അസ്മിൻ, എവിടെയാണോ നമ്മൾ നിവസിക്കുന്നത് അത് ഗൃഹം അല്ലെങ്കിൽ വാസസ്ഥാനം എന്ന് പറയാം. അപ്പോൾ പരിശുദ്ധമായ തൻ്റെ വാസസ്ഥാനത്തിൽ കൈലാസപർവ്വതത്തിൽ രത്നപീഠേ സംവിഷ്ടം, രത്നപീഠത്തിൽ ഇരിക്കുന്നവനായ, എങ്ങനെ ഇരിക്കുന്നവനായ, ധ്യാനനിഷ്ഠം, ധ്യാനനിഷ്ഠനായിരിക്കുന്ന, ആന്തരികമായ വിചാരത്തിൽ വിലയിച്ചിരിക്കുന്ന, ബാഹ്യവിഷയ വ്യാപാരങ്ങളിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് തീർത്തും ധ്യാനമഗ്നനായിരിക്കുന്ന ഭാലലോചനം, ഭാലലോചനനോട്, ഭാലത്തിൽ നെറ്റിത്തടത്തിൽ, ലോചനത്തോട് കണ്ണോട് കൂടിയവൻ, അവനോട്. 3-ാം കണ്ണ്, നെറ്റിത്തടത്തിലുള്ള കണ്ണ്, അത് ജ്ഞാനനേത്രമാണ്. സവിശേഷമായ ജ്ഞാനനേത്രത്തെ കാണിക്കുന്നതാണ്. ഇനി സാമാന്യമായി ഭഗവാന്റെ 3 കണ്ണുകൾ സൂര്യനും ചന്ദ്രനും അഗ്നിയും എന്ന് കൽപ്പിക്കപ്പെടുന്നതാണ്. 3-ാം കണ്ണ് അഗ്നിയാണ്.
അഗ്നി ജ്ഞാനസൂചകമാണ്. അങ്ങനെയുള്ള മൂന്നാം കണ്ണോട് കൂടിയവനായ പരമേശ്വരനോട് മുനിസിദ്ധ ദേവാദിസേവ്യം, മുനിമാരാലും സിദ്ധഗണങ്ങളാലും ദേവഗണങ്ങളാലുമൊക്കെ സേവിക്കപ്പെടുന്ന, മുനിമാർ നിരന്തരം മനനം ചെയ്യുന്നവർ, സത്യവിചാരത്തിൽ തന്നെ ആമഗ്നരായവരാണ് മുനിമാർ. സിദ്ധഗണങ്ങൾ, അതുപോലെ ദേവഗണങ്ങൾ, അങ്ങനെയുള്ളവരാലെല്ലാം സേവിക്കപ്പെടുന്നവനായ പരമേശ്വരനോട് നീലലോഹിതം നിജഭർത്താരം വിശ്വേശ്വരം. നീലലോഹിതം, ഇരുണ്ട നീലവർണവും ലോഹിതവർണവും ചേർന്ന വർണ്ണത്തോടു കൂടിയ, ലോഹിതം ചെമ്പിൻ്റെ വർണ്ണമാണ്, ചുമപ്പ്, പൂർണ്ണമായ ചുമപ്പല്ല. ആ ഒരു സമ്മിശ്രമായ വർണ്ണത്തോടു കൂടിയ നീലലോഹിതം. ശിവനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ രൂപവർണ്ണനകളും ധ്യാന നിർദ്ദേശങ്ങളും ഉണ്ട്. പൊതുവെ കർപ്പൂര ഗൗരമായിട്ടാണ് ശിവനെ വാഴ്ത്തുന്നത്. കർപ്പൂര ഗൗരം, കർപ്പൂരം പോലെ ഗൗരമായ വെളുത്ത വർണ്ണത്തോടു കൂടിയവൻ. അതേസമയത്ത് ചില സന്ദർഭങ്ങളിൽ നീലം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനി ശിവൻ്റെ നീലം കണ്ഠത്തിലെ നീലനാണ്, നീലകണ്ഠനുമാണ്. അത് ലോകരക്ഷയ്ക്കായിക്കൊണ്ട് ഈ ലോകം മുഴുവൻ വലിയൊരു നാശത്തെ നേരിടുന്ന സമയത്ത് അതിന് കാരണമായ വിഷത്തെ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച ഭാവമാണ്. അങ്ങനെ ആ വിഷത്തെ മുഴുവൻ തന്നിലേക്ക് ആവാഹിച്ച് തൻ്റെ കണ്ഠത്തിൽ ഒതുക്കിയവനാണ് ഭഗവാൻ. അങ്ങനെ നീലകണ്ഠനാണ്. അങ്ങനെയുള്ള ഭഗവാനോട് നിജഭർത്താരം വിശ്വേശ്വരം, നിജഭർത്താരം തൻ്റെ ഭർത്താവിനോട് വിശ്വേശ്വരനോട് പാർവതി ചോദിക്കുകയാണ്. എങ്ങനെയുള്ള പാർവതി? വന്ദിച്ച് വാമോത്സംഗേ വാഴുന്ന ഭഗവതി, ഉത്സംഗത്തിൽ മടിത്തട്ടിൽ താമസിക്കുന്നവളായ ഭഗവതി. അവിടെ തപസ്സിലൂടെ, അങ്ങേയറ്റം ത്യാഗപൂർണമായ തപസ്സിലൂടെ ശിവനെ നാഥനായി നേടിയവളാണ്. സർവവിഷയങ്ങളിൽ നിന്നും ബാഹ്യനായ, സർവവിഷയബാഹ്യനായ, തീർത്തും ഊർധ്വരേതസായ തപസ്വിയായ ശിവൻ, ആ പരമേശ്വരൻ പാർവതിയെ പത്നിയായി സ്വീകരിക്കുക മാത്രമല്ല, തൻ്റെ ഉത്സംഗത്തിൽ സ്ഥാനം കൊടുത്തു, തൻ്റെ മടിത്തട്ടിൽ സ്ഥാനം കൊടുത്തു. അങ്ങനെ തൻ്റെ അംഗത്തിൽ തന്നെ ഭഗവാൻ സ്ഥാനം കൊടുത്തത്, അഥവാ പാർവതി സ്ഥാനം നേടിയത്, രണ്ടർത്ഥത്തിലും പറയാം, രണ്ടും തുല്യമാണ്. അത് തപസ്സിൻ്റെ മഹിമ കൊണ്ടാണ്. അങ്ങനെ വാമോത്സംഗത്തിൽ വാഴുന്ന, മടിത്തട്ടിൽ വാഴുന്ന ഭഗവതി, ഭഗത്തോടൊത്തവൾ. ഭഗം എന്ന് പറഞ്ഞാൽ സമഗ്രമായ ഐശ്വര്യവും ധർമ്മവും യശസ്സും ജ്ഞാനവും വൈരാഗ്യവും ഒത്തുചേർന്ന് സമഗ്രമായി ഒന്നിൽ നിലകൊള്ളുമ്പോഴാണ് അതിനെ ഭഗം എന്ന് പറയുന്നത്. ഐശ്വര്യസ്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ ശ്രിയ ജ്ഞാനവൈരാഗ്യയോശ്ചൈവ ഷണ്ണാം ഭഗ ഇതീരിത, അഥവാ ഇതീരണ എന്ന് പുരാണം പറഞ്ഞു തരും. ഇപ്പോൾ സമഗ്രമായ ഐശ്വര്യവും ധർമ്മവും യശസ്സും കീർത്തിയും ജ്ഞാനവും വൈരാഗ്യവും ഒത്തുചേർന്ന ഭാവം, അതിനാണ് ഭഗം. ആ ഭഗത്തോട് കൂടിയവൻ ഭഗവാൻ, ഭഗത്തോട് കൂടിയവൾ ഭഗവതി. ഇവിടെ ഭഗവതി ആര്? സുന്ദരി ഹൈമവതി ചോദിച്ചു. ഹൈമവതി ഹിമവാൻ്റെ പുത്രി, പർവ്വതപുത്രി പാർവതി. പാർവതി ചോദിച്ചു. അങ്ങനെ പാർവതിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് രാമായണം അവതരിപ്പിക്കപ്പെടുന്നത്. രാമായണ കഥ രാമൻ്റെ മാത്രം കഥയല്ലല്ലോ. നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങൾ അതിൽ വന്നു പോകുന്നുണ്ട്. അതിൽ മനുഷ്യർ മാത്രമൊന്നുമല്ല ഉള്ളൂ.
അതിൽ പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, പർവ്വതങ്ങളുണ്ട്, സമുദ്രമുണ്ട്. ഇതൊക്കെ തന്നെ രാമകഥയിലെ അംശങ്ങളാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ തന്നെ രാമായണത്തിലുണ്ട്. അതിൽ പക്ഷികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. രാമായണത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു പക്ഷി ശ്രേഷ്ഠനെ കുറിച്ചാണ് ഇന്നത്തെ വാത്മീകത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. സാക്ഷാൽ ജടായു. ജടായുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ദൃശ്യം പഞ്ചവടിയിൽ നിന്ന് സീതയെ അപഹരിച്ചു കൊണ്ടുപോകുന്ന രാവണന്റെ പുഷ്പക വിമാനത്തിന് മുമ്പിൽ എൻ്റെ സീതയെ, എൻ്റെ പ്രഭുവിൻ്റെ പത്നിയെ കൊണ്ടുപോകാൻ നീ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് കയറി വരുന്ന ആ പക്ഷിയെയാണ്. ആരായിരുന്നു ജടായു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ജടായു യഥാർത്ഥത്തിൽ സൂര്യൻ്റെ തേരാളിയായിട്ടുള്ള അരുണന്റെയും ശ്വേനിയുടെയും മകനായിട്ടുള്ള ഒരു കഴുകനാണ് ജടായു. ജടായു സദാസമയവും തൻ്റെ ഭക്തി, രാമഭക്തി പ്രകടമാക്കിയിരുന്നു. കാരണം അദ്ദേഹം രാമൻ്റെ അച്ഛനായിട്ടുള്ള ദശരഥന്റെ ഒരു പഴയകാല സുഹൃത്തു കൂടി ആയിരുന്നു. ദണ്ഡകാരണ്യത്തിലും പഞ്ചവടിയിലൊക്കെ ഭഗവാൻ താമസിക്കുന്ന സമയത്ത് ജടായു പല സമയത്തും ഭഗവാനെ സന്ദർശിക്കുക ഉണ്ടായിട്ടുണ്ട്. അച്ഛനുമായിട്ടുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ ആ കുടുംബത്തിന് ഏറ്റവും പരിചിതനായിരുന്നു ജടായു. അങ്ങനെയുള്ള ജടായുവാണ് രാവണനെ മുമ്പിൽ കയറി തടയുന്നത്. എൻ്റെ സ്വാമിനിയെ തൊട്ടുപോകരുത് എന്നുള്ള ഒരു തീക്ഷ്ണമായ വാക്കാണ് ജടായു രാവണന് നൽകുന്നത്. ജടായുവിൻ്റെ ചിറകുകൾ ജടായുവിൻ്റെ അനുവാദമില്ലാതെ ജടായുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രഹാസം കൊണ്ട് വെട്ടിയെരിയുന്നു രാവണൻ. സീതയുടെ അപഹരണം തടയാൻ തന്നാലാവും വിധം എല്ലാം ചെയ്ത് തൻ്റെ ചിറക് കൊണ്ടും നഖങ്ങൾ കൊണ്ടും കൊക്കുകൊണ്ടും രാക്ഷസ രാജാവായിട്ടുള്ള ലങ്കാധിപതിയായിട്ടുള്ള രാവണനെ പോലും ഒരു നിമിഷം പകച്ചു പോവാൻ തക്ക വീര്യം പ്രകടിപ്പിച്ചിരുന്നു ജടായു. ആ ജടായുവാണ് ചന്ദ്രഹാസം കൊണ്ടുള്ള ആ വെട്ടേറ്റ് ഭൂമിയിലേക്ക് പതിക്കുന്നത്. എന്നാലും അദ്ദേഹത്തിന് ജീവൻ മുക്തി ലഭിച്ചില്ല. രാമ ലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിന് ആ വഴി പോകുന്ന വരെ ജടായുവിൻ്റെ ജീവൻ അവശേഷിച്ചു. തൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് പരിക്കേറ്റ് മൃതപ്രായനായി കിടക്കുന്നത് രാമൻ കാണുന്നു. ജടായുവിൻ്റെ കഴുത്തെടുത്ത് തൻ്റെ മടിയിലേക്ക് വെക്കുന്നു, അദ്ദേഹത്തെ തലോടുന്നു. ഉണ്ടായ വൃത്താന്തങ്ങൾ മുഴുവൻ ജടായു രാമനെ അറിയിക്കുന്നു. ഏത് ദിശയിലേക്കാണ് സീതയെ രാവണൻ കൊണ്ടുപോയത് എന്ന് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് ജടായുവിൻ്റെ ആത്മാവ് രാമനിൽ വിലയം പ്രാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മഹാഭാഗ്യം ശ്രീരാമചന്ദ്രൻ തന്നെ സ്വയം ചിതയൊരുക്കി ജടായുവിന് തീ കൊടുത്തു എന്നാണ്. അത്രയധികം ഭാഗ്യം ചെയ്ത ഒരു ജന്മമായിരുന്നു ജടായു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള സമ്പാദിയെക്കുറിച്ചും രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പണ്ട് ജടായുവും സമ്പാദിയും ആർക്കാണ് കൂടുതൽ ഉയരത്തിൽ പറക്കാൻ സാധിക്കുക എന്നുള്ള ഒരു മത്സരം ഉണ്ടാക്കി എന്നാണ്. ആ മത്സരത്തിൽ ജടായു വളരെയധികം ഉയർന്ന് പറന്നപ്പോൾ തൻ്റെ അനുജന് സൂര്യതാപമേറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവരുത് എന്ന് കരുതി അതിനു മുകളിൽ സമ്പാദി വരികയും സൂര്യൻ്റെ അതിയായ ചൂടേറ്റ് സമ്പാദിയുടെ ചിറകുകൾ കരിഞ്ഞു പോവുകയും ചെയ്തു എന്ന് രാമായണം പറയുന്നു. അങ്ങനെ സമ്പാദിയുടെ സഹോദരനായിട്ടുള്ള രാമദാസനായിട്ടുള്ള സീതയെ രക്ഷിക്കാനായി തൻ്റെ ജീവൻ തന്നെ പണയം വെച്ച ഒരു ജടായുവിനെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ രാമായണ മാസക്കാലത്ത് ജടായുവിനെ നാം അനുസ്മരിക്കുമ്പോൾ സ്ത്രീ സുരക്ഷയെക്കുറിച്ച്, സ്ത്രീകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നിരന്തരം വാർത്തകൾ വായിക്കുന്ന നാം ഓരോരുത്തരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജടായുവായി മാറേണ്ടതുണ്ട് എന്നാണ് ഇന്നത്തെ സമൂഹം നമ്മളോട് ആവശ്യപ്പെടുന്നത്. നിരന്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, നിരന്തരം പീഡനങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവരിലൊക്കെ തന്നെ നമുക്ക് ഒരു സീതാമാതാവിനെ ദർശിക്കാൻ സാധിക്കണം. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ചോദ്യം ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ദുർബലരായിരിക്കാം. നമ്മൾ എതിർക്കുന്ന ശക്തിയോട് അത്രയും തന്നെ ആയുധബലമോ സംഘബലമോ നമുക്കില്ലായിരിക്കാം. എങ്കിലും എങ്ങനെയാണോ ജടായു തൻ്റെ കൊക്ക് ഉപയോഗിച്ചുകൊണ്ട്, തൻ്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, തൻ്റെ വലിയ ചിറകുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ രാക്ഷസ രാജാവിനെ നേരിട്ടത്, അതുപോലെ നമ്മുടെ അമ്മമാർക്ക് വേണ്ടി, നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി നമുക്കും പോരാടാൻ സാധിക്കണം. അതും രാമസേവ തന്നെയാണ്. മാനവസേവ മാധവസേവ എന്ന വലിയ ആപ്തവാക്യമാണ് സനാതനധർമ്മത്തിൻ്റെ കാതൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ചുറ്റുമുള്ള സഹോദരിമാരെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും ജടായുമാരായി മാറണമെന്നുകൂടി രാമായണം നമ്മളോട് ആവശ്യപ്പെടുന്നു. ആ രാമായണ മാസത്തിൽ ജടായുവിനെ സ്മരിച്ചുകൊണ്ട്, ജടായുവിന് മോക്ഷം നൽകിയ ശ്രീരാമചന്ദ്രന്റെ ആ കാരുണ്യത്തെ സ്മരിച്ചുകൊണ്ട് ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു.
ഹൃദയനായി പക്ഷിരാജനം ചൊന്നാൻ വദ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ മിത്രമിത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജടായു ഞാൻ. സീതേ, സീതേ, ജ്യേഷ്ഠത്തി, ജ്യേഷ്ഠത്തി, സീതേ, നീ നീ എവിടെയാ? ലക്ഷ്മണ, ജ്യേഷ്ഠ, സീതയെ നമുക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ജ്യേഷ്ഠൻ ആശ്വസിക്കൂ, ജ്യേഷ്ഠത്തെ നമുക്ക് കണ്ടെത്താം. എത്ര നേരമായി നാം സീതയെ തേടുന്നു. നോക്കൂ, മൃഗങ്ങൾ പോലും നമ്മോട് പ്രതികരിക്കുന്നു. അവ നൽകുന്ന സൂചന ജ്യേഷ്ഠത്തി ഇതാ ഈ തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ ഉണ്ടാകുമെന്നാണ്. വരൂ ജ്യേഷ്ഠ, നമുക്ക് നോക്കാം. ആഗ്രഹമുണ്ടെനിക്ക് ദാശരഥേ രാമ, ആർത്തനെന്നാകിലും തവ ചിത്സ്വരൂപം കണ്ട് വൃത്താന്തമെല്ലാം അറിയിച്ചുകൊള്ളുവാൻ രാമ. രാമ ശ്രീ ഭഗവാനെ, ഭക്തവത്സല ഭഗവാനെ, ശ്രീരാമ ദർശനം വരെ നമ്മുടെ ജീവൻ അങ്ങ് കാത്തുകൊള്ളണേ ഭഗവാനെ. ലക്ഷ്മണ, ഇതാ കഴുകിന്റെ രൂപമെടുത്തൊരു രാക്ഷസൻ. ഇവൻ എന്റെ സീതയെ കൊത്തി തിന്നിട്ട് കിടക്കുകയാണ്. ഇവനെ നാം ഇപ്പോൾ വധിക്കും. ആ പ്രഭോ, ശ്രീരാമ, അവിടുന്ന് ഔഷധം പോലെ തിരിഞ്ഞു നടക്കുന്ന സീതാദേവിയെയും എന്റെ ജീവനെയും രാക്ഷസ രാജാവായ രാവണൻ കട്ടുകൊണ്ടുപോയി. രാവണനോ? അതെ, രാവണൻ. അവൻ സീതാദേവിയെ കൊണ്ട് പോകുമ്പോൾ ആകാശമാർഗത്തിൽ വെച്ച് അവനെ ആക്രമിച്ചു. അവന്റെ തേരും വില്ലും പടച്ചിട്ടയും ഞാൻ തകർത്തു. പക്ഷെ അവൻ ആ ശൈവഖണ്ഡം കൊണ്ട് തന്നെ വെട്ടി വീഴ്ത്തി. അവൻ, ആ രാക്ഷസൻ, എന്നെ കൊന്നിരിക്കുന്നു. ലക്ഷ്മണ, ഇത് ജടായുവല്ലേ? അച്ഛന്റെ സ്നേഹിതനായ
പക്ഷിരാജൻ. ആ അതെ അതെ. ലക്ഷ്മണ, എന്റെ നിർഭാഗ്യം ഇതാ ഈ പക്ഷിരാജന്റെ മരണത്തിന് കൂടി കാരണമായിരിക്കുന്നു. അല്ലയോ പക്ഷിശ്രേഷ്ഠ, അങ്ങന്റെ പിതാവിന്റെ മിത്രമാണ്. പറയൂ, എന്റെ സീതയെ ആ രാവണൻ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? പ്രഭോ, എന്റെ ചിറകരിഞ്ഞിട്ട രാവണൻ തെക്കു ദിക്കിലേക്കാണ് പോയത്. കുമാര, ഇതവന്റെ നാശത്തിന്റെ നാന്തിയാണ് കുമാര. അവനെ വധിക്കാൻ അങ്ങേക്കാകൂ. ലക്ഷ്മണ, എനിക്ക് വേണ്ടി ഇദ്ദേഹം മരണം വരിച്ചിരിക്കുന്നു. അച്ഛന്റെ ഉറ്റമിത്രമായിരുന്ന ഇദ്ദേഹം അച്ഛനോളം തന്നെ നമുക്ക് പൂജ്യനും മാന്യനുമാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ മൃതദേഹം നമുക്ക് ഉചിതമായി സംസ്കരിക്കണം, ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ശരി ജ്യേഷ്ഠ, നമുക്ക് ഗോദാവരി തീരത്ത് ചിതയൊരുക്കാം. അസ്തു തേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ പരം. ഭക്തനായുള്ളവന് വന്നീടും മത്സാ